എടാ പോലീസിനെ വിളിക്കണ്ട. നോക്ക്, ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. പോലീസിനെ വിളിച്ചു വരുത്തിയ അന്വേഷണമാവും, പത്രവാർത്തയാവും. ഞാനും കൂടി ഇൻവോൾവ് ആയ കേസായതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിന് നാണക്കേടാവും. അതുമാത്രമല്ല, ഈ സമയത്ത് പോലീസ് കേസെന്നൊക്കെ പറഞ്ഞു നടന്ന് ശിവാനിക്ക് ആവശ്യമില്ലാത്ത മെന്റൽ പ്രഷർ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്ലീസ് പ്രണവ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. പോലീസിനെ വിളിക്കരുത്. ഈ വിഷയം പുറത്തറിയിക്കാതിരിക്കുക എന്നത് നിങ്ങളുടെയും കൂടെ ആവശ്യമാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ. ശിവാനി, ഇനിയെങ്കിലും സൂക്ഷിക്കണം. ടാബ്ലറ്റുകളൊക്കെ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ നോക്കണം. ഞാൻ ഇറങ്ങുക. അല്ലേലും ഇതിനുള്ള ശിക്ഷ നടപ്പിലാക്കാൻ പോലീസിന്റെ ഒന്നും ആവശ്യമില്ല. നീതി അർഹിക്കുന്ന ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. ഇറക്കി വിടണം ഇവളെ ഇവിടുന്ന്. ഇപ്പൊ നിന്റെ ഭാര്യ ഒരു കൊലപാതക ശ്രമത്തിലെ പ്രതിയാണ്. അതിനുള്ള ശിക്ഷ നീ തന്നെ നടപ്പിലാക്കുന്നതായിരിക്കും ഉചിതം. എടാ, നീ തന്നെ ഇറക്കി വിടടാ ഇവളെ ഇവിടുന്ന്. നിധി എന്തിനു പോണം? അവൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. എന്തിന്? ഓരോരുത്തരെ ഇതുപോലെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടിട്ടാണ്. പ്രണവേ, നിധി ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പേടിയാ. ഇവള് കൊന്നു കളയും. നമുക്കിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാൻ പ്രണവേ. ഇവരുടെ കണ്ണിൽ പോലും പെടാത്ത എവിടെയെങ്കിലും പോയി ജീവിക്കാം. ആരും വേണ്ട നമുക്ക്. ഞാനും പ്രണവും നമ്മുടെ കുഞ്ഞു മാത്രം മതി. വാ പ്രണവേ, ഇപ്പൊ തന്നെ നമുക്ക് ഇവിടുന്ന് പോവാം. എന്താന്ന് വെച്ചാ ചെയ്യേ. അങ്ങനെ ഇറങ്ങിപ്പോയി തരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഈ വീടും വസ്തുവും ചിലപ്പോ നിങ്ങളെ ആയി പോയെന്നിരിക്കും. പക്ഷേ ഇത് അധ്വാനിച്ചുണ്ടാക്കിയത് നിങ്ങളൊന്നും അല്ലല്ലോ. ഈ നിൽക്കുന്ന വസുന്ധര ആന്റിയും എന്റെ അച്ഛനും ഒഴുക്കിയ വിയർപ്പിന്റെ ഫലമാണ് ഈ വീട്. ഇവിടെ എല്ലാ അവകാശത്തോടെയും ഞാനും എന്റെ ഭാര്യയും എനിക്ക് ജനിക്കുന്ന കുഞ്ഞും ജീവിക്കും. ജീവിച്ചേ പറ്റൂ. വയറ്റി വളരുന്ന കുഞ്ഞിനെ പോലും കൊല്ലാൻ നോക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെയാണ് ഇവിടുന്ന് അടിച്ച് പുറത്താക്കേണ്ടത്. ശിവാനി, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയതിനേക്കാളും വലിയ വേദനയാണ്. ദേവിയത് എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യരുത്. ശരിയാ, നിനക്ക് വേദന കാണും. പക്ഷേ അത് നീ പറഞ്ഞ കാര്യത്തിനല്ല. നിന്റെ ഉദ്ദേശം നടന്നില്ലല്ലോ എന്ന കാരണത്തിനായിരിക്കും. നടത്തി തരാടി, ഞാൻ ഇപ്പൊ തന്നെ നടത്തി തരാം. എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞല്ലേ നിന്റെ പ്രശ്നം. ഈ ഗുളിക കഴിച്ച് ഞാൻ അതിനെ അങ്ങോട്ട് കൊല്ലാം. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കഴിച്ച് ഞാൻ തന്നെ എനിക്ക് വയ്യ പ്രണവേ, ഇതിങ്ങനെ സഹിക്കാൻ എനിക്ക് വയ്യ. ഇവള് സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ച് കളയാന്ന് ചിന്തിക്കുന്ന പരുവത്തിൽ എത്തിച്ചപ്പോ സമാധാനമായ നിങ്ങൾക്ക്. പാവിയെ നിങ്ങള്, കൊടും പാവി. കരയാതിരിക്കേ. എന്തായാലും നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. അതിന് ദൈവത്തോട് നന്ദി പറ, ആ ഡോക്ടറോട് നന്ദി പറ.